ഞാനാണ് തിന്മ. ഈ ലോകത്തിൽ നടക്കുന്ന സകല അനീതിയുടെയും അശാന്തിയുടെയും അക്രമത്തിന്റെയും കാരണക്കാരൻ. ഈ ലോകം എന്റെ പിടിയിൽ അമർത്തുവാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയുമോ, ഈ ലോകം മുഴുവൻ എനിക്കടിമകളുണ്ട്. ഇതാ ഇതാ ഈ പെട്ടി കണ്ടോ? ഇതൊരു കെണിയാണ്. കെണി. ഈ കെണിയിൽ ഞാൻ ധാരാളം പേരെ വീഴ്ത്തിയിട്ടുണ്ട്. ഈ കെണിയിൽ ആളുകൾ വീഴുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ? ഈ പെട്ടി ഇവിടെ ഇരിക്കട്ടെ, ഞാൻ അപ്പുറത്ത് മാറി നിൽക്കാം. ഇതെന്താണാവോ ഈ ബോക്സില്? വല്ല ബോംബോ മറ്റോ ആണോ? ആവോ, ആർക്കറിയാം. അടുത്തെങ്ങും ആരുമില്ലെന്ന് തോന്നുന്നു. ഇതെന്താണ് ഈ പൊതിയില്? ഇതൊരു സ്മാർട്ട് ഫോൺ ആണല്ലോ. ആരാണോ ഇത് ഇവിടെ കൊണ്ടുവച്ചത്? എന്തായാലും ഒന്ന് നോക്കാം. ഹായ്, ഇതിനകത്ത് ഫേസ്ബുക്കും വാട്സാപ്പും യൂട്യൂബും എല്ലാം ഉണ്ടല്ലോ. ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ശരി, എല്ലാം വൃത്തികേടുകളാണ്. വേണ്ട, അമ്മയും അച്ഛനും എപ്പോഴും പറയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് തെറ്റാണെന്ന്. അല്ലെങ്കിൽ ഒന്നോടൊന്ന് നോക്കിയാലോ? വേറെ എന്തൊക്കെയോ ഈ പെട്ടിയിലുണ്ടല്ലോ. അയ്യോ, ഇത് മയക്കുമരുന്നാണെന്നാ തോന്നുന്നു. പേടിക്കണ്ട 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 മോനെ. ഇതെന്താ കയ്യില്? മയക്കുമരുന്നാണെന്ന് തോന്നുന്നു. ഇന്നത്തെ ചെറുപ്പക്കാരൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് മോനെ. എന്താ മടിച്ചു നിൽക്കുന്നത്? ഒന്ന് പരീക്ഷിച്ചു നോക്കൂ മോനെ, ഒന്ന് പരീക്ഷിച്ചു നോക്കൂ. ഏയ്, എനിക്ക് വേണ്ട. എനിക്കിതൊന്നും ശീലമില്ല. എനിക്കിത് വേണ്ട. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ മോനെ? ചുമ്മാ ഒരു തമാശക്കല്ലേ. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോ എല്ലാ സുഖങ്ങളുമൊക്കെ ഒന്ന് അറിയണ്ടേ മോനെ? വേണ്ട വേണ്ട, എനിക്കൊരു ഭാവിയുള്ളതാ. അത് വെറുതെ കളയാൻ ഞാനില്ല. എടാ മോനെ, നിന്നോടൊരു സാമ്പിൾ ഒന്ന് നോക്കാനല്ലേ പറഞ്ഞോളൂ. അല്ല, നീ ഇത്ര പുണ്യവാളം ചമച്ചിട്ട് നിനക്ക് എന്നാ കിട്ടാനാ മോനെ? മോനെ, നീ ഇതൊന്ന് കഴിക്കടാ, കഴിച്ചു നോക്കടാ. കൊള്ളാം കൊള്ളാം കൊള്ളാം, മിടുക്കൻ. ഇപ്പോഴാണ് നീ ഒരാണായത്. ഇനിയും എന്തൊക്കെയോ ആ പെട്ടിയിലുണ്ടെന്ന് തോന്നുന്നല്ലോ. ഇതൊരു മദ്യക്കുപ്പിയാണല്ലോ. അതെ അതെ, നീ അതും ഒന്ന് രുചിച്ചു നോക്കടാ മോനെ. വേണോ? ഞാൻ ഇതുവരെ ഇതൊന്നും കൈ കൊണ്ട് തൊട്ടിട്ടില്ല. ഈ ഒരു പേടിത്തോണ്ടനായി പോയല്ലോ മോനെ. അങ്ങോട്ട് കുടി മോനെ, കുടി. മെല്ലെ മെല്ലെ. ഞാൻ ഇനി ഒരു സത്യം പറയാം. ഈ പെട്ടി ഇവിടെ കൊണ്ടുവച്ചത് ഞാനാ മോനെ. ആണോ? താങ്ക് യു. അല്ല, എന്താ താങ്കളുടെ പേര്? പേരൊക്കെ പിന്നെ പറയാം. ഈ പെട്ടിക്കകത്തുള്ളതൊക്കെ ഉപയോഗിക്കുന്നവർക്ക് വേണ്ടി ഞാൻ മനോഹരമായ ചില ഓഫറുകൾ നൽകാറുണ്ട്. ഇതാണ് ഒന്നാമത്തെ ഓഫർ. സന്തോഷം. കൊള്ളാം കൊള്ളാം കൊള്ളാം. എനിക്കിപ്പോ ഭയങ്കര സന്തോഷം തോന്നുന്നു. തീർന്നില്ല. ഇതാണ് രണ്ടാമത്തെ ഓഫർ. ഉന്മേഷം. ഇപ്പോഴാണ് ജീവിതത്തിനൊരു രസം. ഇനി എന്തെങ്കിലും ഓഫർ ഉണ്ടോ ചേട്ടാ? ഈ ആ മയക്കുമരുന്നും കൂടി ഒന്ന് എടുത്ത് കഴിക്കുമോനെ. ഉപയോഗം കൂടുന്തോറും ഓഫറുകളും കൂടിക്കൂടി വരും. ഇതാണ് അടുത്ത ഓഫർ. ധൈര്യം. ഓ, ശരിയാണ്. എനിക്കിപ്പോ ആരെയും ഭയമില്ല. ഈ ലോകത്തെ എനിക്ക് പേടിയില്ല. എന്റെ മാതാപിതാക്കളും അധ്യാപകരും എല്ലാം എപ്പോഴും എന്നെ ഉപദേശിക്കലാണ്. അതിലെ പോകരുത്, ഇതിലെ പോകരുത്.
അത് കഴിക്കരുത്, ഇത് തുടരുത്. എനിക്കിനി ആരുടെ ഉപദേശം വേണ്ട. ഇനി ആരെങ്കിലും എന്നെ നിയന്ത്രിക്കാൻ വരട്ടെ, കൊല്ലും ഞാൻ. കൊള്ളാം കൊള്ളാം, നീയാണ് മോനെ യഥാർത്ഥ ആൺകുട്ടി. ദേ, ഇനി വളരെ പ്രത്യേകതയുള്ള ചില ഓഫറുകളാണ് ഞാൻ നിനക്ക് തരുവാൻ പോകുന്നത്. ഇതാ, ഇത് പിടി നീരാസ്. അയ്യോ, ഒന്നും വേണ്ടായിരുന്നു. ഛേ, ഒന്നും വേണ്ടായിരുന്നു. നന്നായി പഠിക്കുന്ന ഞാൻ, നന്നായി ജീവിക്കുന്ന ഞാൻ ഇന്ന് ഗതിയിലായല്ലോ. ഇതാ അടുത്ത ഓഫർ, കുറ്റബോധം. വേണ്ട, എനിക്കിനി ഒന്നും വേണ്ട. ഞാൻ നശിച്ചു, ഞാൻ നശിച്ചു. എനിക്കിനി മരിച്ചാൽ മതി. ആരെങ്കിലും എന്നെ ഒന്ന് കൊന്നു തരുമോ? എന്റെ അച്ഛൻ വളരെ കഷ്ടപ്പെട്ടാണ് എന്നെ പഠിപ്പിക്കുന്നത്. എന്റെ അമ്മ ഒരു പാവമാണ്. അവർക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ എങ്ങനെ ഇനി അവരുടെ മുഖത്ത് നോക്കും? എനിക്കിനി ജീവിക്കണ്ട. ഇതാ മോനെ, നിനക്കൊരു മെഗാ ഓഫർ. ക്യാൻസർ. മദ്യവും മയക്കുമരുന്നും ഒക്കെ ഉപയോഗിച്ച് തൊണ്ടയ്ക്കും വയറ്റിലുമൊക്കെ ക്യാൻസർ വന്ന് കരളൊക്കെ ദ്രവിച്ച് വീട്ടുകാർക്കും നാട്ടുകാർക്കും തീരാവേദനയായി കിടക്കുന്നവരെ നീ കണ്ടിട്ടില്ലേ? നിനക്കും ഈ ഗതി അത് തന്നെ. വേണ്ട, എനിക്കത് വേണ്ട. എനിക്കിനി ഒന്നും വേണ്ട. എനിക്ക് പോകണം, എനിക്ക് പോകണം. എന്നെ ഒന്ന് പുറത്തിറക്ക്, പുറത്തിറക്ക്, പുറത്തിറക്കാൻ. അനങ്ങി പോകരുത്. നിനക്കിനി രക്ഷപ്പെടാനാകില്ല. ഒരിക്കൽ ഈ പെട്ടിക്കകത്ത് കയറിയാൽ പിന്നെ അവന്റെ അവസാനം ശവപ്പെട്ടിയിലാണ്. രക്ഷപ്പെടാമെന്ന് കരുതണ്ട. നീ എന്റെ അടിമയാണ്, അടിമ. ലഹരിയുടെ മാസ്മരിക ലോകത്ത് ലോകത്തിന്റെ 5 വൻകരകളിലുമുള്ള കോടാനുകോടി അടിമകളിൽ ഒരാൾ നീ. നീ ഇനി എന്റെ അടിമയാണ്. അവിടെ തന്നെ കിടക്ക്. അയ്യോ, ഞാനിനി എന്ത് ചെയ്യും? എനിക്ക് മടുത്തു. അയ്യോ, തീർന്നല്ലോ ഇത്. എനിക്ക് ലഹരി വേണം, എനിക്കിനിയും വേണം. എല്ലാം മറക്കുന്നത് വരെ, എന്റെ ബോധം നശിക്കുന്നത് വരെ എനിക്കത് ഉപയോഗിക്കണം. പ്ലീസ്, പ്ലീസ്, അല്പം കൂടെ ലഹരി എനിക്ക് തരാമോ? അല്പം കൂടെ ലഹരി എനിക്ക് തരാമോ? അങ്ങനെ വഴിക്ക് വാ. നിന്റെ കയ്യിൽ പണമുണ്ടോ? പണമുണ്ടോന്ന് ഉണ്ടെങ്കിൽ ഞാൻ തരാം. എത്ര വേണമെങ്കിലും തരാം. ഇല്ല, എന്റെ കയ്യിൽ ഒന്നുമില്ല. സാരമില്ല, നിന്റെ വീട്ടിൽ കാണും. നിന്റെ അപ്പനും അമ്മയും നിന്നെ അന്വേഷിച്ച് വരുമ്പോൾ ചോദിക്കേ. തന്നില്ലെങ്കിൽ മേടിക്കണം. കൊന്നിട്ടാണെങ്കിലും മേടിക്കണം കേട്ടോ. അയ്യോ, എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ലല്ലോ. ആരെങ്കിലും എനിക്ക് എളുപ്പം പണം തരാമോ? എനിക്കെളുപ്പം പണം തരാമോ? എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. ജീവിതം നിനക്കെന്നും ബന്ധനം മാത്രമേ തരികയുള്ളൂ. മദ്യവും കഞ്ചാവും ആത്മഹത്യകളും യുക്തമായി നിൽക്കാനും തീർക്കുകയില്ല. സ്വന്തം ബന്ധവും മിക്കവും ശത്രു നിത്യദുഃഖങ്ങളായി തീരുകില്ലേ. നിത്യദുഃഖങ്ങളായി തീരുകില്ലേ. മായച്ചന്തയിൽ മയങ്ങും മനുഷ്യ മരണം നിന്നിൽ അകലെയല്ല. മോനെ, ഞങ്ങൾ നിന്നെ എവിടെയെല്ലാം അന്വേഷിച്ചു. അയ്യോ, എന്റെ മോനിത് എന്ത് പറ്റി? എന്ത് കോലമാടാ ഇത്? എനിക്ക് പണം വേണം. എനിക്ക് ലഹരി വാങ്ങണം, അല്ലെങ്കിൽ ഞാനിപ്പോ ചത്തുപോകും. മോനെ, മുണ്ട് മുറുക്കി ഉടുത്ത് പട്ടിണി കിടന്നും കിടപ്പാടം വിറ്റു എല്ലുമുറിയ പണിയെടുത്തിട്ടാണ് നിന്നെ ഞങ്ങൾ പഠിപ്പിക്കുന്നത്. നീ ഒരു നല്ല നിലയിലായിട്ട് വേണം ഞങ്ങൾക്കൊന്ന് വിശ്രമിക്കാൻ. പക്ഷേ നീ എന്തായി ഇങ്ങനെ ആയിപ്പോയത്? അമ്മേ,
അച്ഛാ, എനിക്ക് പണം തരാം. എനിക്ക് പണം വേണം. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കൊല്ലും. എനിക്ക് പണം വേണം. എനിക്ക് ലഹരി വേണം. അയ്യോ, എനിക്ക് പണം വേണം. വേണ്ട, അവിടെ ഒരു ബഹളം കേൾക്കുന്നു. വാടാ, ദാണ്ട അവിടെ ഒരുത്തൻ കിടന്ന് കരയുന്നു. നമുക്ക് അവനൊരു ഹെൽപ്പ് കൊടുക്കാം. എന്താ ഇവിടെ പ്രശ്നം? വാട്ട് ഈസ് ദ പ്രോബ്ലം? ഞങ്ങളുടെ മോൻ ദേ അവിടെ കുടുങ്ങിപ്പോയി. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അവനെ ഒന്ന് രക്ഷിക്കാമോ? ഓ, അതാണോ പ്രോബ്ലം? അത് ഞങ്ങൾ ഇപ്പൊ ശരിയാക്കി തരാം. ചേട്ടന്മാരെ എന്റെ മോനെ പെട്ടെന്ന് രക്ഷിക്കേ. പിടിക്കടാ, നമുക്കിവനെ രക്ഷിക്കാടാ. പയ്യൻ വലിക്കണ, ആഞ്ഞു വലിക്കണ. എടാ, ഒന്നുകൂടെ വലിക്കാൻ. മോനെ, സോറി മോനെ, ഞങ്ങൾക്ക് നിന്നെ രക്ഷിക്കാൻ പറ്റില്ലടാ. ദുഃഖമുണ്ടാ, ഒരുപാട് ദുഃഖമുണ്ട്. എന്തായാലും നിനക്ക് ഈ ഗതി വന്നല്ലോടാ. ഈ ദുഃഖം ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ദുഃഖം മറക്കാൻ ഞങ്ങൾ നീ കുടിക്കും. കുടിച്ച് ബോധം കെട്ട് ഏതെങ്കിലും ഓടയിൽ കിടക്കും. മോനെ, ഞങ്ങള് പോവാ. സോറി. നീ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ വീണ്ടും കാണാം. ബൈ ബൈ. അയ്യോ, എന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ അവർക്ക് പറ്റിയില്ല. അതങ്ങനെയാടി. അവരുടെ കുടുംബം തന്നെ രക്ഷിക്കുവാൻ അവർക്ക് കഴിയുന്നില്ല. പിന്നെയാ നമ്മുടെ മോനെ. കിടന്ന ജീവന് വേണ്ടി കേഴുന്നവർക്ക് ആയുസ് നീട്ടിക്കൊടുക്കുവാൻ, ഒരിറ്റ ജീവൻ കൊടുക്കുവാൻ ഇവർക്ക് കഴിയുമോ? മരിച്ചു കിടക്കുന്ന ഒരുവനെ വീണ്ടും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനാകുമോ? ഒരിക്കലും കഴിയുകയില്ല. പക്ഷേ മറ്റുള്ളവരുടെ ജീവൻ ഓരോ കാരണങ്ങൾ പറഞ്ഞും അപകരിക്കുകയല്ലേ? ആർക്കെന്റെ മോനെ രക്ഷിക്കാനാകും? ദൈവമേ, എന്റെ കുഞ്ഞു വലിയ ആളാകാൻ കാത്തിരുന്ന ഞങ്ങൾക്ക് അവന്റെ നാശം കാണേണ്ടി വരുമോ? എന്താ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്? ഇയാൾക്കെന്താ കണ്ണില്ലേ? ഞങ്ങളുടെ മകൻ ഇവിടെ കുടുങ്ങി കിടക്കുക. അവനെ രക്ഷിക്കാൻ ആർക്കും പറ്റില്ല. ഞങ്ങൾ ഇനി ജീവിക്കുന്നില്ല. ജീവിച്ചിട്ട് കാര്യമില്ല. വല്ല റെയിൽ പാളത്തിലോ ഒരു മുളം കയറിലോ ഒരു കുപ്പി വിഷത്തിലോ ജീവിതം അവസാനിപ്പിക്കാൻ പോവാ. അരുത് സഹോദരങ്ങളെ, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. ആത്മഹത്യയിലൂടെ ഇപ്പോഴുള്ള പ്രശ്നങ്ങളിൽ നിന്ന്, ഈ ലോകത്തിൽ നിന്ന് നിങ്ങൾ ഒളിച്ചോടുവാൻ പറ്റുമായിരിക്കും. പക്ഷെ ആ പോക്ക് ഒരിക്കലും ഒരു പരിഹാരമല്ല. ആ പോക്ക് വേദന നിറഞ്ഞ മറ്റൊരു ലോകത്തിലേക്കായിരിക്കും. മാത്രമല്ല, നിങ്ങളെ സ്നേഹിച്ചും ആശ്രയിച്ചും കഴിയുന്ന ഒത്തിരി ജീവിതങ്ങൾ ഇവിടെ ഉണ്ടല്ലോ, അവർക്ക് അതൊരു തീരാവേദനയുമായിരിക്കും. നിങ്ങൾക്ക് ജീവനും ജീവിക്കാൻ അവസരവും തന്നത് ദൈവമാണ്. എത്രയോ പേർക്ക് ആ ഭാഗ്യമില്ല. നിങ്ങൾ നിങ്ങളെ തന്നെ കൊന്നാൽ നിങ്ങളുടെ ആത്മാവിന് ഒരിക്കലും നിത്യശാന്തി ലഭിക്കുകയില്ല. നിത്യനരകത്തിൽ കിടന്ന് കോടാനുകോടി യുഗങ്ങൾ നിങ്ങളുടെ ആത്മാക്കൾ നിത്യദണ്ഡനം അനുഭവിക്കേണ്ടി വരും. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ പറയും. നിരാശപ്പെടണ്ട, ഇവൻ രക്ഷപ്പെടും. ഓ, ഇനി നിങ്ങളുടെ കുറവുകൂടെയുള്ളൂ. വെറുതെ ഞങ്ങൾക്ക് ഓരോരോ ദിവാസ്വപ്നങ്ങൾ തന്ന് വീണ്ടും ഞങ്ങളെ നിരാശപ്പെടുത്തുകയാണോ? സഹോദരങ്ങളെ, ഞാനല്ല അവനെ രക്ഷിക്കുന്നത്. എനിക്കെന്നല്ല, ഈ ഭൂമിയിലുള്ള ആർക്കും അവനെ രക്ഷിക്കാൻ കഴിയില്ല. കാരണം ഇവനെ ഈ അവസ്ഥയിലാക്കിയത് തിന്മയുടെ ശക്തിയാണ്.
സകല പ്രശ്നങ്ങളുടെയും അക്രമങ്ങളുടെയും കൊലപാതകങ്ങളുടെയും പീഡനങ്ങളുടെയും എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന പാപത്തിന്റെ പിടിയിൽ നിന്ന് ഈ മകനെ വിടുവിക്കുവാൻ കഴിവുള്ള ഒരാളുണ്ട്. ആരാണത്? ആർക്കാണ് ഇവനെ രക്ഷിക്കാൻ കഴിയുക? പറയാം. പക്ഷേ അതിനു മുമ്പ് എനിക്ക് ഇവനോടൊന്ന് സംസാരിക്കണം. കുഞ്ഞെ, എന്താ ഇത്? നീ ചെറുപ്പമല്ലേ? നിനക്കിനിയും ജീവിതം ഒരുപാട് മുൻപിലുണ്ടല്ലോ. നോക്കൂ, ഈ ലഹരികളോട് നീ വിട പറയണം. നീ ഒരു തീരുമാനമെടുത്താൽ, നന്നായി ജീവിക്കണമെന്ന് നീ ചിന്തിക്കുകയാണെങ്കിൽ നിനക്ക് രക്ഷപ്പെടാൻ കഴിയും. എന്നെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല. എനിക്ക് രക്ഷപ്പെടണമെന്നുണ്ട്. ഈ ലഹരിയുടെ പിടിയിൽ നിന്ന് എനിക്ക് എങ്ങനെങ്കിലും ഒന്ന് രക്ഷപ്പെടണമെന്നുണ്ട്. പക്ഷേ അനേകരുടെ ജീവിതം തകർത്ത് കളഞ്ഞ ഈ ലഹരിയിൽ ഞാനും തീരാൻ പോവുകയാണ്. ഞാൻ നശിച്ചു ചേട്ടാ, നശിച്ചു. ഇല്ല കുഞ്ഞെ, ഇല്ല. നീ അങ്ങനെ പറയരുത്. നീ നശിക്കില്ല. നിന്നെ സ്നേഹിക്കുന്ന ഒരാളുണ്ട്. നിന്നെ രക്ഷിക്കാൻ കഴിയുന്ന ഒരാൾ. എല്ലാ നിരാശയുടെ ചിന്തകളും മാറ്റിയിട്ട് നിന്റെ ഹൃദയം തുറന്ന് ഒന്ന് കേൾക്കൂ. ആ സ്നേഹവാനായ രക്ഷകന്റെ വിളി നിനക്ക് കേൾക്കാൻ കഴിയുന്നില്ലേ? മകനെ, പ്രാണൻ വിട എന്നെന്നും നീ എന്റെ മാത്രമേ. ആരാണത്? ആർക്കാണ് എന്നെ രക്ഷിക്കാൻ കഴിയുന്നത്? കുഞ്ഞെ, ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ മണ്ണിൽ മനുഷ്യനായി അവതരിച്ച യേശുനാഥന്റെ ശബ്ദമാണ് നീ കേട്ടത്. നിന്നെ മറ്റാർക്കും രക്ഷിക്കാൻ കഴിയാതിരുന്നതിന്റെ കാരണം നീ അകപ്പെട്ടിരിക്കുന്ന ഈ കെണി പാപത്തിന്റെ ചതിക്കുഴിയായതിനാലാണ്. അതുകൊണ്ട് പാപകുലത്തിൽ പിറന്ന ആർക്കും മറ്റൊരു പാപിയെ രക്ഷിക്കാനാവില്ല. സർവ മതസംഹിതകളും ആചാര്യന്മാരുമെല്ലാം ഒരുപോലെ സമ്മതിക്കുന്ന സത്യമാണ് സകല മനുഷ്യരും പാപികളാണെന്ന്. പരസ്പരം പാപികളെന്ന് വിളിക്കാനും വ്യത്യസ്തങ്ങളായ പരിഹാര മാർഗങ്ങൾ ചൂണ്ടിക്കാണിക്കാനും മാത്രമേ മനുഷ്യർക്ക് കഴിയുന്നുള്ളൂ. എന്നാൽ മനുഷ്യന്റെ പാപത്തിന് യഥാർത്ഥമായ പരിഹാരം വരുത്തിയത് യേശുവാണ്. വിശുദ്ധ ബൈബിളിൽ സുവ്യക്തമായി അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പാപമില്ലാത്ത ലോകമായ സ്വർഗത്തിൽ നിന്ന് പാപികളെ തേടി രക്ഷിക്കുവാൻ ഈ മണ്ണിൽ അവതരിച്ച ദൈവമാണ് യേശുക്രിസ്തു. യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തെ പറ്റി നീ കേട്ടിട്ടില്ലേ? ഒരു പ്രത്യേക സമൂഹത്തിന് വേണ്ടിയല്ല യേശു വന്നത്, സകല മനുഷ്യവർഗത്തിനും വേണ്ടിയാണ്. അതാ നോക്ക്, ആ മരക്കുരിശിൽ ദേഹമെല്ലാം റോചാല് പോലെ അടിച്ചു കീറപ്പെട്ടവനായി, തലയിൽ മുൾക്കിരീടം തറയ്ക്കപ്പെട്ട് കൈകാലുകൾ ആണിയാൽ തുളയ്ക്കപ്പെട്ട് കിടക്കുന്ന യേശുവിനെ കുഞ്ഞെ നിനക്ക് കാണുവാൻ കഴിയുന്നില്ലേ? യേശുവിനെ എന്റെ മോനെ രക്ഷിക്കാനാവുമോ? ആ തിന്മയുടെ ശക്തി ഇനിയും വന്ന് തടയില്ലേ? ഒരിക്കലും അവന് തടയാനാവില്ല. കാരണം യേശു കാൽവരി ക്രൂശിൽ വെച്ച് അവനെ പരാജയപ്പെടുത്തി. സകല മനുഷ്യരെയും പാപം ചെയ്യിച്ച് ദൈവിക കോടതിയിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് നിത്യനരകത്തിലേക്ക് കൊണ്ടുപോകുന്ന അവന്റെ പിടിയിൽ നിന്നും നമ്മെ രക്ഷിക്കാനാണ് യേശു ക്രൂശിൽ മരിച്ചത്. പാപത്തിന് ശിക്ഷയുണ്ട്, അത് മരണമാണ്. യേശു നമുക്കായി അത് ഏറ്റുവാങ്ങി. അന്നത്തെ യഹൂദ മതകോടതികളും റോമാ ഗവൺമെന്റുമൊക്കെ 5 കോടതികളിൽ 7 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചിട്ടും ആർക്കും യേശുവിൽ ഒരു തെറ്റും കണ്ടെത്താനായില്ല. ഒരു ചെറിയ തെറ്റിന് പോലും ക്രൂരമായ ശിക്ഷ വിധിക്കുന്ന റോമാ ഗവൺമെന്റിന്റെ പ്രതിനിധിയായ പിലാത്തോസ് അവനെ നോക്കി പറഞ്ഞു, ഇവനിൽ ഞാൻ ഒരു തെറ്റും കാണുന്നില്ല. ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം കൈ കഴുകി. ശത്രുക്കൾ പോലും മനസ്സുകൊണ്ട് അംഗീകരിച്ച നിസ്തുല്യനായ യേശു
നീചമായ ഒരു മരണം സ്വയം ഏറ്റെടുത്തത് നിന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ്. നാം ശിക്ഷ അനുഭവിക്കേണ്ട സ്ഥാനത്ത് യേശു അത് ഏറ്റുവാങ്ങി. ഇന്ന് നീ നിന്റെ ഹൃദയം യേശുവിന് കൊടുത്താൽ ആ യേശുവിന് നിന്നെ രക്ഷിക്കാനാകും. യേശുവേ, യേശുവേ, ഞാനൊരു പാപിയാണ്, ഞാനൊരു മഹാപാപിയാണ്. എന്നോട് ക്ഷമിക്കണം, എന്നെ രക്ഷിക്കണം, എന്നെ രക്ഷിക്കണം യേശുവേ, എന്നെ രക്ഷിക്കണം. ശരി, ഇനി ഞാനൊന്ന് നോക്കട്ടെ. ഹേയ്, നിങ്ങൾ ആരാണ്? അവനെ തൊട്ടുപോകരുത്. ഇനി അത് പറയാൻ നിങ്ങൾക്ക് അധികാരമില്ല. ഇവന്റെ പാപജീവിതത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. ഇവനിനി നിന്റെ അടിമയല്ല. പാപബന്ധനത്തിൽ നിന്ന് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം ഇവനെ സ്വതന്ത്രമാക്കി. ഇവനിപ്പോ ഒരു ദൈവ പൈതലാണ്. ആഹാ, അത്രയ്ക്കായോ? എന്റെ അടിമയെ നീ കൊണ്ടുപോകുമെന്നോ? ഇവൻ എന്റെ അടിമയാണ്, എന്റെ. വിടവനെ. അയ്യോ, എനിക്ക് നിങ്ങളെ തൊടാൻ പറ്റുന്നില്ലല്ലോ. ഏതോ അദൃശ്യമായ ശക്തി എനിക്കെതിരെ യുദ്ധം ചെയ്യുന്നുണ്ട്. ഓ, നിങ്ങൾ ഇവനെയും രക്ഷപ്പെടുത്തിയല്ലേ? ഇനി ഞാൻ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. മോനെ, ദൈവം നിന്നെ ഞങ്ങൾക്ക് തിരിച്ചു തന്നു. ഇനി നീ ഒരു തെറ്റിലേക്കും പോകരുത്. കുഞ്ഞെ, യേശു നിന്നെ രക്ഷിച്ചു. ഒരുപാട് കാര്യങ്ങളിൽ നാം സ്വാതന്ത്ര്യം അനുഭവിക്കുമ്പോഴും നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന ചില അടിമച്ചങ്ങലകൾ വരിഞ്ഞു മുറുക്കിയിട്ടില്ലേ? ഈ അവസരത്തിൽ വിശുദ്ധ ബൈബിളിലെ ഒരു വാക്യം ഞാൻ ഓർപ്പിക്കാം. യേശു നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രർ ആകും. അതെ, പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. ഇന്നല്ലെങ്കിൽ നാളെ നാം ഈ മണ്ണിനോട് വിട പറയേണ്ടി വരും. മരണത്തിനപ്പുറം രണ്ടവസ്ഥകൾ മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ നിത്യമായ സന്തോഷവും സമാധാനവും ഉള്ള സ്വർഗം, അല്ലെങ്കിൽ നിത്യ ദണ്ഡനങ്ങൾ ഏറ്റുകൊണ്ട് ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷയായി നരകം. നാം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇതിലൊന്ന് തിരഞ്ഞെടുത്തേ മതിയാവും. യേശു നമ്മെ നരകത്തിൽ നിന്നും രക്ഷിച്ച് സ്വർഗത്തിൽ എത്തിക്കേണ്ടതിനാണ് വന്നത്. ദയവായി ചിന്തിച്ച് ഒരു തീരുമാനമെടുക്കൂ. അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. സ്വാതന്ത്ര്യം തന്നെ ജീവിതം, സ്വാതന്ത്ര്യം തന്നെ അമൃതം. പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന് പാടിപ്പഠിപ്പിച്ച പൂർവികന്മാരുടെ മണ്ണാണ് ഭാരതമണ്ണ്. ഇന്നേക്ക് 7 പതിറ്റാണ്ടുകൾക്കപ്പുറം, കൃത്യമായി പറഞ്ഞാൽ 78 വർഷങ്ങൾക്കപ്പുറം, നമ്മുടെ രാജ്യത്തിന്റെ സമസ്ത നന്മകളെയും തകർത്തെറിഞ്ഞുകൊണ്ട് സ്വന്തം മണ്ണിൽ ഇവിടെ ജനിച്ചു വളർന്നവനെ അടിമകളാക്കി മാറ്റി. ഭാരതീയ പൗരനെ അടിമത്വത്തിന്റെ ആഴങ്ങളിൽ പിടിച്ചുതള്ളിയ ബ്രിട്ടീഷ് ആധിപത്യത്തോട് അഭിമാനകുതികളായ ഭാരതീയ പൗരന്മാർ സന്ധിയില്ലാത്ത സമരത്തിൽ ഏർപ്പെട്ടതിന്റെ ഫലമായി ആയുധധാരികളായ വെള്ളപ്പട്ടാളം അതിന്റെ നേതൃത്വവും ഇന്ത്യൻ മണ്ണ് വിട്ടുപോകുവാൻ 1947 ഓഗസ്റ്റ് മാസത്തിൽ തീരുമാനിച്ചു. 1947 ഓഗസ്റ്റ് മാസം 14-ാം തീയതി ഇന്ത്യ മഹാരാജ്യം സ്വതന്ത്രമാക്കപ്പെട്ടു. തൊട്ടടുത്ത ദിവസം മുതൽ സ്വതന്ത്ര ഭാരതം എന്ന നാമധേയം നമ്മുടെ നാടിന് ചാർത്തപ്പെട്ടു. ഇന്ത്യ മഹാരാജ്യം സ്വതന്ത്രമായതിന്റെ 78ാമത്തെ വാർഷികമാണ്. ലോകമെമ്പാടുമുള്ള ഭാരതീയർ ഏറെ സന്തോഷത്തോടും ആഹ്ലാദത്തോടും വ്യത്യസ്തങ്ങളാകുന്ന കലാപരിപാടികളോടും ചേർന്ന് ഇന്നേ ദിവസം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പ്രഭാതം മുതൽ
ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് എന്ന അനുഗ്രഹീത ക്രൈസ്തവ സംഘടനയുടെ പുത്രിക പ്രവർത്തനമായ PYCയുടെ നേതൃത്വത്തിൽ കൊല്ലം ജില്ലയുടെ പല ഭാഗങ്ങളിൽ ഇന്ന് നമ്മുടെ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തങ്ങളാകുന്ന സാമൂഹിക തിന്മകളിൽ നിന്നും സാമൂഹിക വിപത്തുകളിൽ നിന്നും ഇതര അടിമത്തങ്ങളിൽ നിന്നും എങ്ങനെ നമ്മൾക്ക് ഉദ്ധാരണം പ്രാപിക്കാൻ കഴിയും എന്നുള്ളത് സംബന്ധിച്ചുള്ള സന്ദേശം ഗാനങ്ങളിലൂടെയും ലഘുചിത്രീകരണങ്ങളിലൂടെയും ആധ്യാത്മിക പ്രഭാഷണങ്ങളിലൂടെയും പങ്കുവച്ചുകൊണ്ടുള്ള ഒരു ലഹരി വിരുദ്ധ ബോധവൽക്കരണ സന്ദേശയാത്രയുടെ ഭാഗമായിട്ടുകൂടെയാണ് ഈ സായം സന്ധിയിൽ ഈ കവലയിലുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ അഭിസംബോധന ചെയ്യുന്നത്. ഇവിടെയുള്ള വ്യാപാരി വ്യവസായികൾ, ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ പ്രവർത്തകർ, വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ ജംഗ്ഷന്റെ പലയിടങ്ങളിലായി സന്നിഹിതരായിരിക്കുന്ന നല്ലവരായ നാട്ടുകാർ, നിങ്ങളെ ഏവരെയും സ്നേഹത്തോട് ഞങ്ങൾ ഓർക്കുകയും ഞങ്ങളുടെ എല്ലാവരുടെയും ക്രിസ്തീയ അഭിവാദനങ്ങളെ നിങ്ങളെ എല്ലാവരെയും അറിയിക്കുകയും അതോടൊപ്പം തന്നെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ 78ാമത് സ്വാതന്ത്ര്യ ദിന ആശംസകൾ നിങ്ങളെ ഞങ്ങൾ അറിയിക്കുകയും ചെയ്യുകയാണ്. നമുക്കറിവുള്ളതുപോലെ ഇന്ത്യൻ മണ്ണിനെ അടക്കി ഭരിച്ച വൈദേശിക മേധാവിത്വത്തോട് അഭിമാനികളായ ഭാരതീയ പൗരന്മാർ സദാ സമരം നടത്തിയതിന്റെ ഫലമായിട്ട് ആയുധധാരികളായ വെള്ളപ്പട്ടാളം ഈ മണ്ണ് വിട്ടുപോയി എന്നുള്ളത് വാസ്തവമാണ്. ഇന്ന് നമ്മൾ സ്വതന്ത്ര ഭാരതത്തിലെ സ്വതന്ത്ര പൗരന്മാരാണ്. അങ്ങകലെ കന്യാകുമാരി മുതല് മറ്റകലെ കാശ്മീർ വരെ വിസ്തൃതമായി നീണ്ടു പരന്നു കിടക്കുന്ന ഇന്ത്യയുടെ വ്യത്യസ്ത ഭൂപ്രദേശങ്ങൾ, ആ ഭൂപ്രദേശങ്ങളെ നാം കുലങ്കക്ഷമായിട്ട് പഠിച്ചാൽ വിവിധ ജാതി മതസ്ഥർ ഏകോദര സഹോദരങ്ങളെ പോലെ പാർക്കുന്ന ഒരിടം, വ്യത്യസ്ത ആചാര രീതികൾ, ആരാധനാ രീതികൾ, ആഹാര വ്യവസ്ഥിതികൾ, ആവാസ വ്യവസ്ഥിതികൾ എന്നുകൊണ്ടും വ്യത്യസ്തമായ ഒരു രാജ്യത്തിലാണ് നാം ജനിച്ചു വളർന്നത്. ലോക രാജ്യങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ജനശ്രദ്ധയാകർഷിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ മഹാരാജ്യം. വ്യത്യസ്തങ്ങളാകുന്ന ജാതി വ്യവസ്ഥിതികളും മതാചാരങ്ങളും ജീവിത വ്യവസ്ഥിതികളുമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ മഹാരാജ്യം. ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഏതെങ്കിലും ഒരിടത്തൊരു പുൽക്കൊടിയായിട്ടെങ്കിലും ജനിച്ചാൽ മതിയായിരുന്നു എന്നാഗ്രഹിച്ച നിരവധിയായ വിദേശികളായ മഹാരഥന്മാരുണ്ടെന്ന് ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇന്ത്യ മഹാരാജ്യത്തിന്റെ വ്യത്യസ്ത സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ ഇന്നും ജനശ്രദ്ധയാകർഷിച്ചിട്ടുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ കൊച്ചു കേരളം. പ്രകൃതി രമണീയതവും മനോഹാരതുകൊണ്ട് ലോകത്തിന്റെ AC റൂമെന്ന് ഈ നാടറിയപ്പെടുമ്പോൾ തന്നെ പ്രബുദ്ധരും പ്രതിഭാശാലികളും സാംസ്കാരിക സമ്പന്നരും വിദ്യാസമ്പന്നരുമായ ഒരുപറ്റം ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന ഇടമായതുകൊണ്ട് ഈ നാടിന്റെ സാംസ്കാരിക വൈകൃതവും ഈ നാടിന്റെ മറ്റിതര മേന്മകളെയും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് ദൈവത്തിന്റെ സ്വന്തം നാടെന്ന രമരനാമം കൂടെ നമ്മുടെ നാടിന് ചാർത്തപ്പെട്ടിട്ടുണ്ട്. എന്നാൽ എന്നെ കേൾക്കുന്ന സഹൃദയരോട് പറയട്ടെ, വർത്തമാന കാലങ്ങളിൽ നമ്മുടെ വീട്ടിലെത്തുന്ന വാർത്താ മാധ്യമങ്ങളിലൂടെ നാം വായിക്കുന്ന, കാണുന്ന, കേൾക്കുന്ന വാർത്തകളെ നാം കുലങ്കക്ഷമായിട്ടൊന്ന് വിലയിരുത്തിയാൽ ദൈവത്തിന്റെ സ്വന്തം നാട് ചെകുത്താന്റെ ഈറ്റില്ലമായി പോയോ എന്ന് ചിന്തിക്കത്തക്ക നിലയിലുള്ള മനുഷ്യന്റെ സ്വഭാവങ്ങൾക്ക് വൈകൃതങ്ങൾ സംഭവിച്ചിട്ട് നമ്മുടെ നാട്ടിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഭീകരമാകുന്ന പ്രവർത്തനങ്ങൾ അങ്ങനെയുള്ള ചിന്തയിലേക്ക് നമ്മുടെ സമൂഹത്തെ കൊണ്ടെത്തിക്കുകയാണ്. 9 മാസം 9 ദിവസം 9 വിനാഴിക 9 വിനാഴിക സ്വന്തം ഉദരത്തിൽ ഒരു അമ്മ തന്റെ കുഞ്ഞിനെ പേറിക്കൊണ്ട് നടക്കുന്നു. അവനെ നൊന്ന് പ്രസവിച്ചു കഴിഞ്ഞാൽ തലയിൽ വെച്ചാൽ പേനരിക്കും, താഴെ വെച്ചാൽ ഉറുമ്പരിക്കുമെന്ന ചിന്തയില് മറ്റു യാതൊരു വിപത്തിനും വിട്ടുകൊടുക്കാതെ അറ്റുനോറ്റ അമ്മ വളർത്തുന്നു. അവൻ വളർന്നു വന്നു കഴിയുമ്പോൾ സ്വന്തം കാലിൽ നിൽക്കാൻ ത്രാണിയാകുമ്പോൾ, സ്വന്തമായി ചിന്തിക്കാൻ ത്രാണിയാകുമ്പോൾ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന്റെ പേരിൽ അമ്മയുടെ ഉദരം ചവിട്ടിപ്പൊട്ടിക്ക് കനലയിൽ വൈകൃത സ്വഭാവത്തിന്റെ ഉടമകളായ മക്കളുള്ള നാടായിട്ട് ദൈവത്തിന്റെ സ്വന്തം നാട് മാറിക്കൊണ്ടിരിക്കുന്നു. ആ ജന്മം കൊടുത്തയപ്പ് അഗോവൃത്തിക്ക് അധ്വാനിച്ചു വേണ്ടുന്ന വേദന കൊണ്ട് കൊടുത്ത് മക്കളെ സംരക്ഷിക്കുന്ന അപ്പനെ ഇരുളിന്റെ മറകിൽ കൈക്കോടാലി കൊണ്ട് വെട്ടിക്കൊല്ലുവാൻ, ചിരവത്തടി കൊണ്ട് തലക്കടിച്ചു കൊല്ലുവാൻ, നെഞ്ചിടത്തേക്ക് കത്തിയിറക്കി കൊല്ലുവാൻ മടിയില്ലാത്ത മക്കളുടെ നാടാകിട്ട് ദൈവത്തിന്റെ സ്വന്തം നാട് മാറിക്കൊണ്ടിരിക്കുന്നു. തീർന്നില്ല, കൂടെ കൂടിയ സഹധർമ്മിണിയെ വെട്ടി നുറുക്കി 10, 15, 20 കഷണങ്ങളാക്കി
പോളിത്തീൻ കവർ കെട്ടിയിട്ട് വേസ്റ്റ് കൊട്ടകളിലേക്ക് വലിച്ചെറിയുന്ന പല കഷണങ്ങളാക്കി പ്രഷർ കുക്കറിനകത്തിട്ട് പുഴുങ്ങിയെടുക്കുന്ന പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്ന വിഷപ്പാമ്പിനെ കൊണ്ട് കൊത്തിക്കൊല്ലിക്കുന്ന നരാധമന്മാരുടെ ഭർത്താക്കന്മാരുടെ നാടായിട്ട് നമ്മുടെ കൊച്ചു കേരളം മാറിക്കൊണ്ടിരിക്കുന്നു. ജന്മം കൊടുത്ത കുഞ്ഞിനെ, മുമ്പ് പ്രസവിച്ച കുഞ്ഞിനെ തിരമാലകൾ കൂടായിക്കൊടുക്കുന്ന, പാറമേൽ അടിച്ചു കൊല്ലുന്ന, ബാത്റൂമിന്റെ ക്ലോസറ്റിൽ ചവിട്ടിത്താക്കുന്ന, ദാരുണവും ഭീകരവും മൃഗീയമായി കൊല്ലുന്ന അമ്മമാരുടെ നാടായിട്ട് ദൈവത്തിന്റെ സ്വന്തം നാട് മാറിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ തൊട്ട് പറഞ്ഞു വന്നാൽ ഭീകരമാകുന്ന, ഭീതിതമാകുന്ന, പറയുവാനും ഓർക്കുവാനും പങ്കുവയ്ക്കുവാനും മടി തോന്നുന്ന, അറപ്പ് തോന്നുന്ന വ്യത്യസ്തങ്ങളാകുന്ന സ്വഭാവ വൈകൃതങ്ങളിലേക്ക് നമ്മുടെ സമൂഹം തെന്നിമാറിയിട്ട് മനുഷ്യന് വാസയോഗ്യമല്ലാത്ത അന്തരീക്ഷം ഇവിടെ ഉരുവാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഓരോ പത്രങ്ങളെടുത്താൽ, ദൃശ്യമാധ്യമങ്ങളെടുത്താൽ അറുങ്കൊലപാതകത്തിന്റെ വാർത്തയില്ലാത്ത, കൂട്ടബലാത്സംഗത്തിന്റെ വാർത്തയില്ലാത്ത, ആ ഹത്യകളുടെ വാർത്തയില്ലാത്ത, കുടുംബ ആത്മഹത്യകളുടെ വാർത്തയില്ലാത്ത ഏതെങ്കിലും ഒരു വാർത്താ മാധ്യമങ്ങൾ നമ്മൾക്ക് വായിക്കാൻ കഴിയുമോ പ്രിയപ്പെട്ടവരെ? നമ്മുടെ വീടിന്റെ മുൻപിലെത്തുന്ന, നമ്മുടെ വീടിനകത്തുന്ന ദൃശ്യശ്രവണ മാധ്യമങ്ങളാകട്ടെ ഏതിനകത്തെയും വാർത്തകൾ മനുഷ്യനെ ഞെട്ടിപ്പിക്കുന്നതാണ്, മനുഷ്യ മനസ്സുകളെ ഭീകരമാകുന്ന ചിന്തകളിലേക്ക് കൊണ്ടെത്തിക്കുന്നതാണ്. മനുഷ്യ സ്വഭാവത്തിന് വൈകൃതം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. എന്താണ് മനുഷ്യൻ ഇത്തരത്തിൽ വിവിധ വ്യത്യസ്ത സ്വഭാവങ്ങൾക്ക് ഉടമകളായി മാറാൻ കാരണം എന്ന് നാം ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മുടെ സമൂഹത്തെ അടക്കി ഭരിക്കുന്ന വ്യത്യസ്തങ്ങളാകുന്ന നിരവധി സാമൂഹിക തിന്മകളുണ്ട്. ആ സാമൂഹിക തിന്മകളുടെ വിളനിലമായി നമ്മുടെ ചുറ്റുപാടുകൾ മാറിക്കൊണ്ട് ഇന്ത്യൻ മണ്ണിൽ നിന്നും നമ്മുടെ രാജ്യത്തെ അടക്കി ഭരിച്ച പറക്കി പട്ടാളം എന്നേക്കുമായി ഇവിടെ നിന്ന് പോയി നാം സ്വതന്ത്രരായി എന്നത് വാസ്തവമായിരിക്കുമ്പോൾ തന്നെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാ, മറ്റ് പല മേഖലകളും അസ്വാതന്ത്ര്യത്തിന്റെ കരുതലിനകത്ത് ആണ്ടുപൂണ്ട് കിടക്കുന്ന കാഴ്ച നാം മറന്നു പോകരുത് പ്രിയപ്പെട്ടവരെ. ഇന്ന് നമ്മുടെ യുവചേതനകളെ തകർത്തെറിഞ്ഞുകൊണ്ട്, കുടുംബനാഥന്മാരെ തകർത്തെറിഞ്ഞുകൊണ്ട്, നമ്മുടെ കുടുംബങ്ങൾക്കകത്ത് അരക്ഷിതാവസ്ഥകൾ വിതറിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ കൊടികുത്തി വാഴുന്ന നിരവധി സാമൂഹിക തിന്മകളുണ്ട്, സാമൂഹിക വിപത്തുകളുണ്ട്. അതിന്റെ ഉരുക്ക് ചങ്ങലയ്ക്കകത്ത് നമ്മുടെ പ്രിയപ്പെട്ടവർ അമർന്നു പോയതിന്റെ ബാക്കി പത്രങ്ങളാണ് പ്രിയരെ. ഓരോ ദിനങ്ങളിൽ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ നടക്കുന്ന ഭീകരമാകുന്ന, മോശമാകുന്ന, മലീമസമാകുന്ന മനുഷ്യ ധ്വംസന പ്രവർത്തനങ്ങൾ എന്ന് നാം മറന്നു പോകരുത്. ഞാൻ വേഗം പറഞ്ഞുകൊണ്ട് വരട്ടെ. മനുഷ്യനെ ഇന്ന് മുച്ചൂടും പിടിക്കുന്ന വ്യത്യസ്ത തിന്മകളിൽ ഏറ്റവും വില്ലനായി നിൽക്കുന്നത് ലഹരിയാണ്. നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. ലഹരിക്ക് വിവിധ യോമന പേരുകൾ കൊടുത്തിട്ടുണ്ട്. വിവിധ ഭാവങ്ങളും രൂപങ്ങളും ഉണ്ടെങ്കിലും ലഹരിയുടെ ആത്യന്തികമാകുന്ന ആ പാർശ്വഫലങ്ങൾ എല്ലാം ഏകദേശം ഒരുപോലെ തന്നെയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, ലഹരിയിലെന്നും വില്ലനായി നിൽക്കുന്നത് മദ്യമാണ്. മദ്യപാനത്തിന്റെ ദൂരവ്യാപകമാകുന്ന ദുരന്തം എത്രമാത്രം ഭീതിതമെന്ന് നാം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട കാര്യമില്ല. മലയാളിക്ക് മറക്കാൻ കഴിയില്ലല്ലോ എറണാകുളം ജില്ലയിലെ വൈപ്പിൻ, മലയാളിക്ക് മറക്കാൻ കഴിയില്ലല്ലോ കൊല്ലം ജില്ലയിലെ കല്ലുവാതിൽക്കൽ, മലയാളിക്ക് മറക്കാൻ കഴിയുമോ കൊല്ലം ജില്ലയിലെ പത്തനാപുരം. അങ്ങനെ അങ്ങോട്ട് നോക്കിയ അങ്ങകലെ കാസർഗോഡ് മുതൽ ഇങ്ങകരെ നമ്മുടെ കന്യാകുമാരി വരെ, നമ്മുടെ തിരുവനന്തപുരം ജില്ലകളുടെ അവസാനത്തെ ഭാഗമായ പാറശാല വരെ ദൈവത്തിന്റെ സ്വന്തം നാടിൽ വിതയ്ക്കപ്പെട്ട മദ്യത്തിന്റെ ദുരന്തം എത്രമാത്രം ഭീകരമായിരുന്നു എന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ്. മദ്യപാനത്തിന്റെ ദൂരവ്യാപകമാകുന്ന ദുരന്തത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മലയാള കവിമാരിൽ അഗ്രഗണ്യനായ കുമാരനാശൻ പാടിയത് ഇങ്ങനെയാണ്: നരനെ അടിമുടി തകർത്തി വിധം ഹീനമാ നരിക ദുരിതങ്ങളിലാക്കുന്ന മദ്യമേ വിരുദകലും ഇന്നിൻ വിഷജ്വാലയത്ര വിലപ്പെട്ട ജീവിതങ്ങൾ വീണുടങ്ങി പോയി ഈ മണ്ണിൽ. സത്യമതല്ലേ പ്രിയപ്പെട്ടവരെ? മദ്യം അകാലത്തിൽ ആളിക്കത്തിച്ച വിഷാഗ്നിക്കകത്ത് ഈ യാമ്പാറ്റകളെ പോലെ കരിഞ്ഞുടങ്ങിപ്പോയ ആൾക്കാരുടെ കൂട്ടത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ടായിരുന്നില്ലേ? സഹപാഠികൾ ഉണ്ടായിരുന്നില്ലേ? സഹൃദയരുണ്ടായിരുന്നില്ലേ? രക്തബന്ധങ്ങൾ ഉണ്ടായിരുന്നില്ലേ? അകാലത്തിൽ ആളിക്കത്തിയ മദ്യം ആയിരങ്ങളെ അകാലത്തിൽ കരിച്ചു കളയുമ്പോ കയ്യും കെട്ടി നോക്കി നിൽക്കാനല്ലാതെ നമ്മക്കാർക്കും ഒന്നും കഴിഞ്ഞില്ല. അത്രമാത്രം ഭീതിതമാണ് ലഹരിയുടെ ദൂരവ്യാപകമാകുന്ന ആസക്തിയും ശക്തിയും ദുരന്തവുമെന്ന് നാം മറന്നു പോകരുത്. ലഹരിയിൽ മദ്യം മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഇതര പുകയില ഉൽപ്പന്നങ്ങൾ, പന്മസാല പോലെയുള്ള മയക്കുമരുന്നുകൾ പോലെയുള്ള ഇതര ലഹരി വസ്തുക്കൾ നമ്മുടെ സമൂഹത്തെ മുച്ചൂടും തകർത്തുകൊണ്ടിരിക്കുന്നു. വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കൊച്ചുകുട്ടികളെ മുതലങ്ങോട്ട് സമൂഹത്തിന്റെ വിവിധ തുറകളിൽപ്പെട്ടവരെ വരെ ലഹരി അതിന്റെ മായിക വലയത്തിൽ കുടുക്കി ഒതുക്കി തകർത്തിട്ടിരിക്കുമ്പോ ദൈവത്തിന്റെ സ്വന്തം നാടിൽ അതിന്റെ പരിണിത ഫലമായി അക്രമങ്ങൾ വർദ്ധിക്കുന്നു, അരാജകത്വങ്ങൾ വർദ്ധിക്കുന്നു, കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നു, സ്ത്രീപീഡനങ്ങൾ വർദ്ധിക്കുന്നു, മനുഷ്യവംശ
പറയുന്നു, മനുഷ്യന്റെ മനസമാധാനത്തെ മുച്ചൂടും തകർത്തെറിഞ്ഞുകൊണ്ട് ലഹരി അതിന്റെ തേർവാഴ്ച നടത്തുമ്പോൾ എങ്ങനെ പറയാൻ കഴിയും പ്രിയരെ നാം ആത്യന്തികമായി സ്വതന്ത്രരാണെന്ന്? ഇന്ത്യ മഹാരാജ്യം ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്നും മാത്രമാണ് സ്വാതന്ത്ര്യം പ്രാപിച്ചത്. എന്നാൽ ലഹരിയിൽ നിന്നോ ആത്മഹത്യ പ്രവണതയിൽ നിന്നോ മദ്യാസക്തിയിൽ നിന്നോ പൂർണ്ണമായ സ്വാതന്ത്ര്യം പ്രാപിക്കാൻ നമ്മുടെ സമൂഹത്തിന് ഇന്നും കഴിഞ്ഞിട്ടില്ല. ലഹരിയിൽ നിന്നും ബോധവൽക്കരിച്ച നമ്മുടെ സമൂഹത്തെ സമൂർത്തമാകുന്ന സത്യത്തിന്റെ പാതയിൽ നയിക്കുവാൻ വേണ്ടുന്ന ശ്രമങ്ങൾ ഈ ഭാരത മണ്ണിൽ, കേരള മണ്ണിൽ നടക്കുന്നുണ്ട് എന്നുള്ളതേറെ വാസ്തവമായ കാര്യം തന്നെയാണ്. എങ്കിലും ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ലഹരിയുടെ ഉപയോഗം കൊണ്ട് തകരുന്നവരുടെ എണ്ണത്തിനും ഇന്ന് കുറവില്ലെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. നമ്മുടെ അതിർത്തി ജില്ലയായ തിരുവനന്തപുരത്തിന് സമീപത്തുള്ള തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ തിരുവട്ടാർ എന്ന് പറയുന്ന സ്ഥലത്ത് ചില മാസങ്ങൾക്ക് മുൻപ് നടന്നൊരു സംഭവം പത്രദ്വാര നമ്മളൊക്കെ വായിച്ചറിഞ്ഞതാണ്. വീട്ടിന്റെ പിന്നാമ്പുറത്തിലെ റബ്ബർ തോട്ടത്തിൽ വെച്ച് 4 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ കാലിൽ വിഷപ്പാമ്പ് കുത്തി. തൊട്ടടുത്ത ദിവസം അവളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു. 4ഓളം ദിവസങ്ങള് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മരണത്തോട് മല്ലടിച്ചു. ഒടുവിൽ ആ പെൺകൊച്ച് ഉലകത്തോട് യാത്ര പറഞ്ഞു. എങ്ങനെയാണ് അർദ്ധരാത്രിയിൽ ഈ റബ്ബർ തോട്ടത്തിലേക്ക് ഈ 4 വയസ്സുകാരി വന്നത്? അന്വേഷണ വിധേയമാക്കിയപ്പോഴാണ് പോലീസ് അധികാരികൾക്ക് ഒരു കാര്യം മനസ്സിലായത്. ഈ 4 വയസ്സുകാരിയുടെ അപ്പൻ പകലന്തിയോളം അധ്വാനിച്ചു വൈകിട്ട് വേതനം കയ്യിൽ കിട്ടുമ്പോൾ മദ്യപിച്ചു ലക്കുകെട്ട് വീട്ടിലേക്ക് വന്ന് വീടിന്റെ അകത്തളത്തെ യുദ്ധക്കളമാക്കി മാറ്റുന്ന ഒരു മനുഷ്യനായിരുന്നു. അന്ന് വൈകിട്ടും മദ്യപിച്ച് അസഭ്യവർഷം നടത്തി വീടിന്റെ വാതിൽക്കല് അപ്പൻ വന്ന് മുട്ടിയ ശബ്ദം ഈ 4 വയസ്സുകാരുടെ കാതിൽ തട്ടി. അമ്മ കഥകം കൊണ്ട് തുറന്നു കൊടുത്തപ്പോൾ അമ്മയുടെ മുടിക്കുത്തിന് പിടിച്ചു വട്ടത്തിലൊരു കറക്കം കറക്കി ചെകിട്ടത്തിന് അടിയടിച്ച് അമ്മയെ പിടിച്ച് തറയിലേക്ക് വലിച്ചിടുമ്പോൾ അമ്മയുടെ വായിൽ നിന്നും ഉയർന്ന അർത്ഥനാഥ് അവിടെ ചന്തത്ത് ഇടിമിന്നല് പോലെ കൊണ്ട് വ്യാപരിച്ചു. അപ്പന്റെ അസഭ്യവർഷം, അമ്മയുടെ ദീനരോധന, ഇതൊക്കെ കണ്ട് അയ്യം വിളിക്കുന്ന ചേട്ടത്തിയുടെ കരച്ചിൽ. ഒളിക്കാൻ ഒരിടം നോക്കി. കട്ടിലിനിടയിലോ റൂമിലോ എവിടെ ഒളിച്ചാലോ അപ്പൻ വന്ന് കയ്യെ തൂക്കി അവളെ അടിക്കുമെന്നറിയാം. അവൻ തുറന്നു കിടന്ന വീടിന്റെ കളിക്കളവാതിലൂടെ പിന്നാമ്പുറത്തുള്ള റബ്ബർ തോട്ടത്തിലേക്ക് പാഞ്ഞുപോയി. അർദ്ധരാത്രിയുടെ മറവിൽ ആ റബ്ബർ തോട്ടത്തിലെ ഒരു വലിയ വൃക്ഷത്തിന്റെ ചുവട്ടിൽ അവൾ ഇങ്ങനെ ഭയന്നിരുന്നു. അവൾ ഇരിക്കുമ്പോ കേൾക്കാ അപ്പൻ അസഭ്യം പറയുന്നു. ഒരു വിഷസർപ്പം കൊത്തി. അടുത്ത ദിവസം ഹോസ്പിറ്റലിൽ വന്നു. ആ ആശുപത്രിയിൽ വെച്ച് അവൾ അന്ത്യവിധ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. ആ 4 വയസ്സുകാരിയുടെ അകാല മരണത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചതും മദ്യമാണെന്ന് മറന്നു പോകരുത്. കൊട്ടാരക്കരയിലെ വന്ദന എന്ന 24 വയസ്സുള്ള ഡോക്ടറെ കൊലക്കത്ത് കയറ്റി കൊന്ന ആ മനുഷ്യന് ലഹരിക്കടിമയായിരുന്നു. അങ്ങനെ അങ്ങോട്ട് നോക്കിയാൽ ഇന്നിവിടെ നടക്കുന്ന കൊലപാതകങ്ങളുടെയും അക്രമങ്ങളുടെയും എല്ലാം പിന്നിൽ ലഹരി വിരിച്ച വലിയ ഭീകരമാണ് മറന്നു പോകരുത്. തിരുവല്ലയിലെ വേങ്ങലിൽ സ്വന്തക്കാരനകത്ത് പെട്രോൾ ഒഴിച്ച് കത്തിച്ച് ഒരു അപ്പനും അമ്മയും കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തു. ആ ആത്മഹത്യയുടെ വാർത്ത പിറ്റേ ദിവസം വന്നു. ഒറ്റ മകൻ ലഹരിക്കടിമപ്പെട്ടു പോയി. ഇനിയും പ്രതീക്ഷയില്ല. അതുകൊണ്ട് അർദ്ധരാത്രിയിൽ സ്വന്തം വാഹനത്തിനകത്ത് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി ആ അമ്മയും അപ്പനും ആത്മഹത്യ ചെയ്തു. ഇങ്ങനെ ആത്മഹത്യകളും അപകടങ്ങളും ഒക്കെ അരങ്ങേറി. ലഹരി നമ്മളെ തകർത്തുകൊണ്ടിരിക്കുമ്പോ ഞാനിവിടെ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു, ഈ ലഹരിയുടെ കുച്ചുമുലങ്ങ് പൊട്ടിച്ച്, ഈ ലഹരിയുടെ ഉരക്കുടുക്ക് പൊട്ടിച്ച്, ഇതിന്റെ മൈക വലയം പൊട്ടിച്ച് നമ്മൾക്ക് പുറത്തു വരാൻ കഴിഞ്ഞാൽ മാത്രമേ യഥാർത്ഥ സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. ഇവിടെ ഒരു ചോദ്യമുണ്ട്. ഭാരതത്തെ സ്വതന്ത്രമാക്കാൻ ഗാന്ധിജി തൊട്ടിങ്ങോട്ടുള്ള മഹാരഥന്മാരുടെ സമരസന്നാഹങ്ങൾക്ക് കഴിഞ്ഞു. പക്ഷേ സ്വതന്ത്ര ഭാരതത്തിലെ ലഹരിക്കും മദ്യത്തിനും ആത്മഹത്യക്കും ഇതര പ്രവണതകൾക്കും അടിമപ്പെട്ടിരിക്കുന്ന നമ്മുടെ യുവതകളെ, നമ്മുടെ കുടുംബനാഥന്മാരെ, നമ്മുടെ സഹോദരങ്ങളെ രക്ഷിക്കാൻ ആർക്ക് കഴിയും എന്നത് ഇവിടുത്തെ പ്രസക്തമായൊരു ചോദ്യമാണ്. ഇസങ്ങൾ തോറ്റെടുത്ത്, പ്രത്യയശാസ്ത്രങ്ങൾ തോറ്റെടുത്ത്, രാഷ്ട്രമീമാംസകൾ തോറ്റെടുത്ത്, തീതുപ്പും തോക്കുകൾ തോറ്റെടുത്ത്, ജയിലറകൾ തോറ്റെടുത്ത്, തൂക്കുമരങ്ങൾ തോറ്റെടുത്ത്, ഒരിക്കലും തോൽക്കാതെ മാനവന്റെ പ്രതിസന്ധിയുടെ ഊരാക്കൊടുക്കഴിച്ച് അവനെ സ്വാതന്ത്ര്യത്തിലേക്ക് ഇന്നും കൊണ്ടുവന്ന് ഉലകത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മഹാ
സത്യമുണ്ട്. അതിനെയാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വിളംബരം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അത് മറ്റാരുമല്ല, ഇന്ത്യക്ക് 2024 വർഷങ്ങൾക്കപ്പുറം സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വരികയും 33.5 വർഷക്കാലം പാലസ്തീനിന്റെ പച്ചമണ്ണിൽ ജീവിക്കുകയും 3.5 വർഷത്തെ പരസ്യ ശുശ്രൂഷയിൽ രോഗികൾക്ക് സൗഖ്യം കൊടുത്ത്, പാപികൾക്ക് പാപമോചനം കൊടുത്ത്, വിശക്കുന്നവൻ അപ്പം കൊടുത്ത്, കരയുന്നവന്റെ കണ്ണുനീരൊപ്പി, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച്, കാലത്തിന്റെ തികവെങ്കിൽ യഹൂദന്മാരാലും റോമാക്കാരാലും പിടിക്കപ്പെട്ട് ഗതസമരയുടെ പൂങ്കാവനം മുതൽ കാൽവറിയുടെ കുലക്കളം വരെ വ്യത്യസ്ത പങ്കപ്പാടുകൾ സഹിച്ച് ഒടുവിൽ കാൽവറിയുടെ കുലക്കളത്തിൽ ഭാര്യനും പരത്തിനും മധ്യേ 2 കള്ളന്മാരുടെ നടുവിൽ 3 കാര്യരമ്പാണികളാൽ തറച്ചു കൊല്ലപ്പെട്ട് അരിമത്യക്കാരൻ യോസഫ് എന്ന റോമൻ മന്ത്രിയുടെ പുത്തൻ കല്ലറക്കകത്ത് അടക്കം ചെയ്യപ്പെട്ട് 3-ാം ദിവസം ചരിത്രത്തിൽ ആദ്യമായി മരണമേ നിന്റെ ജയമെവിടെ, മരണമേ നിന്റെ വിഷമുള്ളവിടെ എന്നുറക്കെ വിളിച്ചു ചോദിച്ച് മരണത്തിന്റെ തണുത്ത് മരവിച്ച ഉദരത്തെ ചവിട്ടിപ്പൊട്ടിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ് 40ഓളം ദിവസം തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് അധ്യക്ഷനായി ഒടുവിൽ ഒലിവുമലയുടെ നിറകയിൽ നോക്കി നിന്ന ശിഷ്യന്മാരെ കരമുയർത്തി മടങ്ങി വരാമെന്ന് ആഹ്വാനം ചെയ്തിട്ട് സ്വർഗാരോഹണം ചെയ്ത് തനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവരെ നിത്യരക്ഷയ്ക്കായി ഇനിയും പുനരാഗമിക്കാൻ പോകുന്ന ലോകരക്ഷകനായ പാപവിമോചകനായ മാനവോദ്ധാരകനായ യേശു ക്രിസ്തുവിലൂടെ മനുഷ്യനകപ്പെട്ടുപോയ ഏത് ലഹരിയുടെ, ഏത് പാപത്തിന്റെ, ഏത് അടിമത്തത്തിന്റെയോ ഒരു ജന്നലുകൾ പൊട്ടിച്ച് സ്വാതന്ത്ര്യം പ്രാപിക്കാം. നിങ്ങളത് ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളെ അതിന് സഹായിക്കാൻ കഴിയുന്ന ഒരാളെയാണ് വാക്കുകൾ കൊണ്ട് ഞങ്ങൾ പരിചയപ്പെടുത്തിയത്. അത് മറ്റാരുമല്ല, യേശുവാണ്. ആ യേശു ഒരു ജാതിയുടെയോ മതത്തിന്റെയോ ദൈവമല്ല, ഒരു സമൂഹത്തിന്റെയോ സംഘടനയുടെയോ ദൈവമല്ല. സകല മാനവജാതിക്കും വേണ്ടി ദൈവത്താൽ അയക്കപ്പെട്ട രക്ഷണീയ പദ്ധതിയാണ്. സുഹൃത്തെ, സഹോദര, സ്നേഹിത, താങ്കൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയുടെ കാരണം താങ്കളുടെ പാപമാണ്. താങ്കളെ വരിഞ്ഞു മുറുക്കി വെച്ച ലഹരിയാണ്. സ്വാതന്ത്ര്യം താങ്കൾ ആഗ്രഹിക്കുന്നെങ്കിൽ താങ്കൾക്ക് സ്വാതന്ത്ര്യരാൻ യേശു ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. നിൽക്കുന്ന നിൽപ്പിൽ, ഇരിക്കുന്ന ഇരിപ്പിൽ, ആയിരിക്കുന്ന മണ്ഡലത്തിൽ നിന്നുകൊണ്ട് യേശുവിലൂടെയുള്ള സ്വാതന്ത്ര്യം പ്രാപിക്കാൻ ഹൃദയത്തിന്റെ വാതായനം തുറന്നുകൊടുത്ത്, യേശുവേ, എന്റെ പ്രതിസന്ധിക്ക് പരിഹാരമായി എന്റെ ഉള്ളിലേക്ക് ഇറങ്ങി വരണമേ, എന്നെ അവിടുത്തെ മകനാക്കി മകളാക്കി മാറ്റണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഈ യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷ നിങ്ങൾക്കും സൗജന്യമായി അനുഭവിക്കാം. സമാധാനം നിങ്ങൾക്കും സൗജന്യമായി അനുഭവിക്കാം. അതിനുവേണ്ടി നിങ്ങൾക്ക് സർവശക്തൻ കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെ ഏവരെയും യേശു ക്രിസ്തുവിന്റെ നിസ്വാർത്ഥമാകുന്ന സ്നേഹപാതാര ബന്ധങ്ങളിലേക്ക് സസ്നേഹം സ്വാഗതം ചെയ്തുകൊണ്ട് ഞങ്ങളെ ശ്രദ്ധിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പ്രകാശിപ്പിച്ച് എന്റെ വാക്കുകളെ ഞാനിവിടെ ഉപസംഹരിക്കുന്നു. സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പരദേവനകോ നമുക്ക് പരിത്രാണനത്തിനധിപൻ, മരണത്തിൽ നിന്നൊഴിവ് കർത്തനാമഖില ശക്തനി തിരുകരത്തിലുണ്ടനിശമീ. പരദേവനകോ നമുക്ക് പരിത്രാണനത്തിനധിപൻ, മരണത്തിൽ നിന്നൊഴിവ് കർത്തനാമഖില ശക്തനി തിരുകരത്തിലുണ്ടനിശമീ. പരദേവനകോ നമുക്ക് വൻതലയെ തകർക്കും പിഴച്ചു നടക്കുന്നവന്റെ മുടികൾ, വൻതലയെ തകർക്കും പിഴച്ചു നടക്കുന്നവന്റെ മുടികൾ, മൂടിയ നെറുകയെ തന്നെ മുടിക്കും ആദിനാഥനോട് ചെയ്തതാ മനുഷ്യവീ. പരദേവനോ നമുക്ക് പരിത്രാണനത്തിനധിപൻ, മരണത്തിൽ നിന്നൊഴിവ് കർത്തനാമഖില ശക്തനി തിരുകരത്തിലുണ്ടനിശമീ. പരദേവനോ നമുക്ക് ശ്രീയേരുശലേമിലുള്ള ശ്രീയേരുശലേമിലുള്ള മന്ദിര നിമിത്തം അരജ നിനക്ക് ഭയന്നു തിരുമൊഴി. മന്ദിര നിമിത്തം അരജ നിനക്ക് ഭയന്നു തിരുമൊഴി. കാഴ്ച കൊണ്ടുവരുമേശുവിന്നു ജയമേശുവിന്നു ജയമേശുവിന്നു ജയമീ. പരദേവനോ നമുക്ക് പരിത്രാണനത്തിനധിപൻ, മരണത്തിൽ നിന്നൊഴിവ് കർത്തനാമഖില ശക്തനി തിരുകരത്തിലുണ്ടനിശമീ. പരദേവനോ നമുക്ക്